ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ടൊന്നും ഞാനിങ്ങനെ വീഡിയോ എടുക്കാറില്ല ഈ ഒരു ആംഗിൾ. പക്ഷെ നല്ല രസമുണ്ടല്ലേ, നല്ല വെട്ടമാണ്. നോക്കിയ കിളികളുടെയൊക്കെ ബഹളം നിങ്ങൾ കണ്ടോ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒരു രസം, അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചെടുക്കാനൊരു രസം തോന്നുന്നു എനിക്ക്. അടിപൊളിയാണല്ലോ, കൊള്ളാമല്ലോ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ആസ് യൂഷ്വൽ വീണ്ടും ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നടപ്പാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വീട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അയ്യോ, ഇങ്ങനെ ഒരു ആംഗിൾ എനിക്ക് ഇതുവരെ എടുക്കാൻ തോന്നിയില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട്. എല്ലാവരും ഇവിടെ ശാന്തതയാണ് കേട്ടോ. എപ്പോഴും ശാന്തതയാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ സ്ഥിരം കാണുന്ന ഏരിയ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല ഇതിനെപ്പറ്റി. എന്നാലും ഞാൻ ചെറുതായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്കുണ്ട്. കാരണം നമുക്ക് ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ട്. അതും ഇതും പ്രൈവറ്റായിട്ടും അല്ലാതെയൊക്കെ കമൻറ്റുകൾ വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് ആൻസർ ചെയ്യണമല്ലോ എന്ന്. കാരണം പ്രധാനമായിട്ടും പിള്ളേരെ പറ്റിയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം ഞാൻ അതിനിതുവരെ ആൻസർ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇന്നൊന്ന് ആൻസർ കൊടുക്കണം എന്നെനിക്ക് തോന്നി. കാരണം ഇതിന് ശേഷം ഞാൻ എന്തായാലും ഉണ്ണിക്കുട്ടൻ്റെ ഒരു വീഡിയോ കൂടി ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന പല റീൽസിനകത്താണേലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ആളുകൾ കമൻറ്റ് ഇടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് തന്നെ ഇങ്ങനെ പോകുന്നത്. ഇവിടെ ആകുമ്പോഴേക്ക് എനിക്ക് സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഒന്നാമത്തെ കാര്യം പിള്ളേരിപ്പം വീഡിയോയിൽ അങ്ങനെ വരാറില്ല. വരാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവർ വലുതായി, അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ചെറുപ്രായത്തിലായിരുന്നപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചാൽ അവർ ഓടി വന്നിട്ട് വീഡിയോയിൽ നിൽക്കുമായിരുന്നു. അന്നപ്പോൾ കുഞ്ഞുങ്ങളാണ് അവർ. ഇന്നിപ്പോൾ നമ്മൾ അവരെ വിളിച്ചാൽ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. പിള്ളേരുടെ പ്രായം മാറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം വരത്തില്ല. അതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കുറേ മെസ്സേജുകൾ എനിക്കിപ്പോൾ ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും ഇപ്പോൾ റീൽസ് എവിടെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ മോൻ എന്നാ ഇങ്ങനെ, അവനോ മിണ്ടത്തൊന്നുമില്ലല്ലോ, എന്നെ ഒരു സന്തോഷം ഇല്ലാതിരിക്കുന്നതെന്ന്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വീഡിയോ ക്യാമറ ഞാൻ കയ്യിലോട്ടെടുക്കുമ്പോഴേ പിന്നെ ഗ്ലൂമി ആയിട്ടിരിക്കും. കാരണം അവന് ഒട്ടും ഇഷ്ടമില്ല ക്യാമറയുടെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ. അത് ഒന്നാമത്തെ കാര്യം. ഞാൻ അപ്പോൾ ക്യാമറ എടുക്കുന്ന സമയത്ത് അവൻ്റെ ഫോണിലോട്ട് എന്തെങ്കിലും നോക്കി കുനിഞ്ഞിരിക്കും. കാരണം അവന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ലാംഗ്വേജ്, നമ്മൾ പറയുന്ന കാര്യം മലയാളം അവന് മനസ്സിലാവുമെങ്കിലും കംപ്ലീറ്റ്ലി മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ചില ചെറിയ വാക്കുകളൊക്കെ അവന് മനസ്സിലാവും. മലയാളം മാത്രം പറയുന്നേ ഇവിടെ. പക്ഷേ അവൻ്റെ കൂട്ടുകാരും എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സ്ഥിരം അങ്ങനെ മിണ്ടി നമ്മൾ മലയാളം പറയുന്നുണ്ട് എങ്കിലും അത്രമാത്രം കൂട്ടുകാരോട് മിങ്കിൾ ചെയ്യുന്ന പോലെ നമ്മളോട് മിങ്കിൾ ചെയ്യത്തില്ലല്ലോ. അറിയാമല്ലോ, സംസാരിക്കും കൂട്ടും എല്ലാമാണ്. ഞങ്ങൾ തന്നെ ഉള്ളപ്പോൾ നല്ല കളിയും ചിരിയും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേങ്കിൽ കൂട്ടുകാരുമായിട്ടല്ല അവർക്ക് കൂടുതലും ഇൻട്രാക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ ചില വാക്കുകളൊന്നും അവന് മനസ്സിലാവത്തില്ല. മലയാളം ശരിക്കും അറിയാത്തതിൻ്റെ ഒരു വിഷമമെന്നല്ല, അവൻ ആ ബുദ്ധിമുട്ട് അതിൻ്റെ കാണിക്കാറുണ്ട് ചില സമയത്ത് കേട്ടോ. എന്നാലും അവൻ നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മാക്സിമം ട്രൈ ചെയ്യുക. ആ സമയത്ത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവും. എല്ലാവരോടും മാക്സിമം നമ്മുടെ പേരൻസിനോടാണെങ്കിലും എല്ലാവരോടും അവൻ മലയാളത്തിലായിരിക്കും പറയുന്നത്. 1-2 വാക്കേ ഉള്ളെന്ന് പറഞ്ഞാലും മലയാളം തന്നെ പറയാൻ എപ്പോഴും ട്രൈ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ക്യാമറയാണ് മെയിൻ ഇഷ്യൂ. ഇഷ്ടമേ ഇല്ല ക്യാമറയുടെ മുന്നിൽ വരുന്നത്. അതാണ് റീസൺ കേട്ടോ. ഉണ്ണിക്കുട്ടൻ അങ്ങനെ വളരെ ക്വയറ്റായിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മെയിൻ റീസൺ. അവരെ അതുകൊണ്ട് കാണുന്നില്ല. പിന്നെ കുറച്ചുകൂടെ പ്രായങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ അവർ ഒന്നുകൂടെ മച്ചുറായി കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരൊക്കെ വരുമായിരിക്കും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ പൊന്നു ഭയങ്കരമായിട്ട് വർത്താനം പറയാൻ ഇഷ്ടമാണ്. ഒരു ഫാമിലി ഗേളെന്ന് തന്നെ പറയാം. അതുകൊണ്ടായിരിക്കും യൂണിയിൽ, നമ്മുടെ അടുത്താണ് യൂണി എന്ന് പറഞ്ഞാലും നമ്മൾ ഈ വർഷവും അവൾക്ക് അവിടെ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലും അവൾക്ക് വീട്ടിൽ വന്ന് നിൽക്കാനാണ് ഇഷ്ടം. വരും പോവും, ഇവിടുന്ന് വന്നു പോയും ഒക്കെ ആയിട്ട് അവൾ നിൽക്കുന്നു. അവൾക്ക് ഇതുപോലെ തന്നെ ക്യാമറയോട് ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല. ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചാൽ വരുമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ നിർബന്ധിക്കുന്നതിനോടും ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. അവർക്ക് ഇൻട്രസ്റ്റഡോടെ വരുന്ന സമയത്ത് അവർ വരും. അവർ പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് എന്തെങ്കിലും വിഷിൻ്റെ സമയത്തായിരിക്കും അവർ ഓടി വരും കേട്ടോ. വിളിച്ചാൽ ഉടൻ തന്നെ ഓടി വരും. അത് നീഡഡാണെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഓണത്തിനാണെങ്കിലും നിങ്ങളെല്ലാവരും വിഷ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ക്രിസ്മസ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ വരും. എന്തെങ്കിലും ഫംഗ്ഷനുകൾക്ക് പോയാൽ തീർച്ചയായിട്ടും അവർ വരും. പിന്നെ ചില വീഡിയോകൾ അവൾക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവൾ അതിന് തരും. അതിൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ വരുന്നത്. ഞങ്ങൾ രണ്ടുകൂടെ ഒരു റീൽ ചെയ്തു. അവൾ ആഗ്രഹിച്ച് ഞാൻ എടുത്തു. അവൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റീല് താമസിക്കുക ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ.
സോ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കുട്ടികൾ എങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളുടെ പിള്ളേരെന്നല്ല, എനിക്കൊന്നും ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കൊന്നും, പ്രത്യേകിച്ച് ഇവിടെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കുഞ്ഞിലേ തന്നെ ഇങ്ങനെ ഇവിടെ ജീവിച്ച് വളർന്ന കുട്ടികൾക്കൊന്നും ക്യാമറയുടെ വലിയൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉള്ള പിള്ളേരും ഉണ്ടാവാം കേട്ടോ, വളരെ റെയറായിരിക്കും. ഇപ്പം മിക്ക പിള്ളേരും, എൻ്റെ കൂട്ടുകാരൊക്കെ പിള്ളേരാണെങ്കിലും വിളിച്ചാൽ ജസ്റ്റ് ആ സമയത്ത് ഒരു ഫോട്ടോയ്ക്ക് വന്ന് നിൽക്കുമെന്നല്ലാതെ വലിയ താല്പര്യമൊന്നും ഇല്ല, ആർക്കും തന്നെ വലിയൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ, അതൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണമെന്ന് എനിക്ക് തോന്നി. നേരം വെളുത്തേ കേട്ടോ കേട്ടോ, സിഗരറ്റ് വലിക്കുന്ന പോലെ നല്ല തണുപ്പാണ്. കോച്ചിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാലും സാരമില്ല, നിങ്ങളോട് എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വരാൻ നമുക്ക് ചാൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതേ വെള്ളത്തുള്ളികൾ നിൽക്കുന്നുണ്ട്. കാലാവസ്ഥയ്ക്ക് വെട്ടം വന്നിട്ടുണ്ട് കേട്ടോ, അതൊരു മാറ്റമാണ്. എന്തായാലും നമുക്ക് എനിക്കിന്ന് പറ്റുവാണെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗുസ്തിയിലേക്ക് കിടക്കാം. ഞാനുണ്ടല്ലോ എന്തായാലും രാവിലെ തന്നെ ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതിനിടയ്ക്ക് ഓടി നടക്കുക, എന്നെ കൊണ്ട് കഴിക്കാനെന്ന് ഇടയ്ക്ക് വന്നൊരു എത്തിനോട്ടം എനിക്കുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്ന് കാണുകയും ചെയ്യാം. ഇത് ഞാൻ ഇന്നേവരെ ഉണ്ടാക്കാത്തൊരു സ്വീറ്റാണ്. ഞാൻ ഒരിടത്ത് കണ്ട ഒരു റെസിപ്പിയാണ്. അത് വർക്കൗട്ട് ആവുമോ നമുക്കെന്ന് അറിയണ്ടേ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാതെ ഞാനിവിടെ 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പാനിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കുന്നു. 1 കപ്പ് മിൽക്കിന് നമ്മൾ 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയ സ്പൂണാണ് എടുത്തുകൊണ്ട് വന്നത്, ഇച്ചിരി പ്രൊഡക്റ്റേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി വലിയ പാനായതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത്ര പരന്ന് കിടക്കുന്നതായിട്ട് തോന്നുന്നത്. ഫ്ലെയിം അപ്പോൾ ഒന്ന് കുറച്ചേക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരു പകുതിയായിട്ട് ഇത് വറ്റും, നന്നായിട്ട് വറ്റി വരട്ടെ കേട്ടോ. അതുവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതെ കേട്ടോ. കണ്ടോ നല്ല പതഞ്ഞ് വരുന്നത് കണ്ടോ, പറ്റി 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 വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ നല്ലതായിട്ട് വെള്ളം പറ്റി വരണം കേട്ടോ. എന്നാലേ നമുക്കിത് നല്ല സുന്ദരമായിട്ട് നല്ല ടേസ്റ്റിലും കിട്ടത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ പേടയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നല്ല സുന്ദരമായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണേ. അപ്പം നമ്മുടെ പാല് കുറുകി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു പകുതിയോളം വറ്റി പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എത്തി വരുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഈ അവസ്ഥയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, തീരെ താത്തണം കേട്ടോ. ഫ്ലെയിം തീരെ താത്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളേ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ല സുന്ദരമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് വലിയ തരിയാണ്, നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇതിലേക്ക് ഇതേണ്ട കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നെയ്യാണേ, നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീമുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതുപോലെ ഇതിനകത്തോടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഫ്ലേവറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു ശക്കലം നമ്മുടെ ഏലക്കയുടെ പൊടി, ഒരു ശക്കലം വാനില, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ വാനില ഫ്ലേവർ ഏതെങ്കിലും ഒരു ഫ്ലേവർ ചേർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ശക്കലം ഫ്ലേവർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. കിടുകിട് കണ്ടോ. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കുറുകി കരിഞ്ഞൊന്നും പോലെ ഫ്ലെയിം തീരെ താത്തിട്ട് മാത്രമേ ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. നോക്കിക്കേ, ഈ സംഭവം സുന്ദരമായി വന്നിട്ടുണ്ട്. നമ്മളെങ്ങനെ ഇതിനെ ഉരുട്ടിയാലും ഇത് ഉരുട്ടി വരും. അപ്പം ഞാൻ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നിങ്ങൾക്ക് ഇച്ചിരി വലിപ്പമുള്ള ഉണ്ടകൾ വേണമെങ്കിൽ ചെറിയ നമുക്ക് ഉണ്ടകളാക്കി പൊളിയാ മക്കളെ, പൊളി നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ. കണ്ട സൂപ്പറല്ലേ. അപ്പോൾ ഈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കും, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ പിസ്ത ആണ് കേട്ടോ. ഇതുണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അവനെ കാണാനും ഒരു അഴകനാവും, അതിനൊരു ടേസ്റ്റും ആവും. ചിയേഴ്സ്. പറയേണ്ട കാര്യം, നമ്മുടെ പേട എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് ഏത് രീതിയിലേക്ക് മാറ്റുന്നതിന് കുഴപ്പമില്ല. എന്ത് നട്ട്സും വെക്കാം, ഫ്ലേവർ ആഡ് ചെയ്യാം. പപ്പടി എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആർക്കും വേണേലും ടപ്പേന്ന് ഉണ്ടാക്കാവുന്നതായിട്ടാണ്.
സൂപ്പർ ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ ഒരു വീഡിയോ ഇന്ന് കാണിക്കാമെന്ന്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാനത് അപ്ലോഡ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ വലിയ നാളത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അവനൊരു കമ്പ്യൂട്ടർ വേണമെന്നുള്ളത്. കമ്പ്യൂട്ടർ അവന് ഓൾറെഡി ഉണ്ട്, എന്നാലും പുതിയ ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ടും എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലത്തെ ഒരു കമ്പ്യൂട്ടർ വേണമെന്നുള്ളത്. അപ്പോൾ സുരേഷ് പറഞ്ഞു നമുക്കെന്നാൽ ഷോപ്പിൽ പോയി വാങ്ങാം. അപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണം, അത് എൻ്റെ സ്വന്തമായ പൈസയ്ക്ക് വേണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഈ സ്കൂൾ ഹോളിഡേയ്സ് എല്ലാം വരുമ്പോഴേക്ക് നമ്മുടെ ഷോപ്പിന് വേണ്ടി വർക്ക് ചെയ്യും, കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ചെയ്യും, അപ്ഡേഷൻ നടത്താനും ഒരുപാട് എഡിറ്റിങ്ങിനും അതിനും എല്ലാം അവന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ പപ്പ അവന് പോക്കറ്റ് മണി ഇങ്ങനെ കൊടുക്കും, മാസമായിട്ട് ഇങ്ങനെ മന്ത്ലി നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിൽ അവൻ വർക്ക് ചെയ്യും, അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം പപ്പയെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള പൈസ എല്ലാം അവൻ സേവ് ചെയ്തിട്ട് വാങ്ങിച്ച കമ്പ്യൂട്ടറാണെന്നാലും കംപ്ലീറ്റ് പൈസ അതിനുള്ളത് അവൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നിട്ടും പപ്പ കടമായിട്ട് തന്നാൽ മതി, ഞാൻ മാസം വീട്ടും എന്നുള്ള അവൻ്റെ ഒരിത്. നമുക്കങ്ങനെ കടം വാങ്ങിച്ച് അങ്ങനെ ചെയ്യുന്നതിനൊന്നുമല്ല, പക്ഷേ അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അവൻ്റെ ഫുൾ പൈസ അവൻ തന്നെ മുടക്കിയിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ വാങ്ങണം എന്നുള്ള. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ ന്യൂ അപ്ഡേഷനും ഉള്ള എല്ലാ കുഞ്ഞു പീസുകളും എല്ലാം ഈ കമ്പ്യൂട്ടറിന് വേണ്ടി വാങ്ങിച്ചു. സ്വന്തമായിട്ട് തന്നെയാണ്, നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എല്ലാം കണ്ടുപിടിച്ച് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കി നമ്മുടെ ഇൻ്റർനെറ്റിലെല്ലാം കിട്ടുമല്ലോ ഇപ്പം, എല്ലാം നോക്കി പഠിച്ചിട്ട് ആൾ തന്നെ എല്ലാം ഓർഡർ ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും പപ്പായ ഇടയ്ക്ക് വിളിക്കുന്നു, സ്ക്രൂ ചിലതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്ന് പിടിച്ചു തരാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൾ പെട്ടെന്ന് തന്നെ ഇത് പരിപാടി തീർത്തു എന്നുള്ളതാണ് എനിക്കൊന്ന് മാക്സിമം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ആളിത് കമ്പ്യൂട്ടർ തീർത്തു. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. നമ്മളാണെങ്കിൽ ഈ പീസെല്ലാം എവിടെ കൊണ്ട് വെക്കും, അവസാനം ഇത് കുറേ മിച്ചം വരും, ഇത് വർക്ക് ചെയ്യത്തില്ലെന്നൊക്കെ വിചാരിച്ചായിരുന്നത്. ഇത് ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പക്ഷേ പൈസ ആയാലും ആയിക്കോട്ടെ, അവൻ്റെ ആഗ്രഹമാണല്ലോ, അവൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കൂട്ടുനിന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആൾ പെട്ടെന്ന് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഇതെവിടെ പോകണം, ഓരോ പാർട്ട് എവിടെ പോകണമെന്നൊക്കെ ആൾ ഭയങ്കര ഇതായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും ബേബി നീ ബാക്കിയും കൂടെ നടക്കട്ടെ, ഓൾമോസ്റ്റ് തീരാറായെന്നാണ് പറയുന്നത്. അങ്ങനെ അവസാന വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ അടുത്ത ഡെലിവറി ഇവിടെ വന്നിട്ടുണ്ട്. അതെന്നാണെന്നറിയാം, മോണിറ്ററാണ്. അപ്പോൾ ഇത് മോണിറ്റർ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇഷ്ടം ഈ ഐറ്റംസ് എല്ലാം വന്നെങ്കിലും പണി തുടങ്ങിയത് കേട്ടോ. എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ അവൻ്റെ മോണിറ്ററും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം മുഖത്ത് കാണാൻ മാത്രമുണ്ട്. കുഞ്ഞ് ഇത്ര എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഉള്ളിലൊരു ചെറിയ ചിന്തയെങ്കിലും ഉള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം ദൈവമേ ഇത് വർക്കാവും, ഇതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കറക്റ്റ് പൊസിഷനിൽ തന്നെ ആണോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓണാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. സക്സസ് ആയോ? സോ ഫാർ സക്സസ് ആണോ? ഓ കൺഗ്രാറ്റുലേഷൻ ബേബി, വെൽ ഡൺ. ഇനിയിപ്പം നേണ്ട സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം സക്സസ്ഫുള്ളി കുഞ്ഞ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്കെല്ലാം നല്ല പ്രൗഡ് മൊമെൻറ്റും ആയിരുന്നു കേട്ടോ. പല കുട്ടികളും ചെയ്യുന്നതാണ്, എന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ഇത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് നല്ല സ്മൂത്തായിട്ട് പോകുന്നു. പിന്നെ ഒരു അഴിച്ചുപണിക്ക് ഒന്നിനും ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കും വളരെ സന്തോഷം. ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുക്കുട്ടനെ പോലെ തന്നെ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവില്ല, അവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. പപ്പച്ചി കയ്യിലിരിക്കുന്ന ചുമ്പൂച്ചി, പപ്പച്ചി കയ്യിൽ ചുമ്പൂച്ചി ഇച്ചിനുണ്ടോ? ഇപ്പം നല്ല വെട്ടമുണ്ടല്ലോ. ആ ഉണ്ണാരം ഉച്ചക്കടെ നീ എന്നാച്ചുവാ? ഇതെന്നെ ഇരിപ്പോ ചുമ്പൂച്ചി ഇരിക്കുന്നേ? ഇവിടെ ഉണ്ണാരത്തുന്നേ, ഇവിടെ ഉണ്ണാരം ഉച്ചേ, നീ അവിടെ ഇന്ന് എന്നാണോ പോവാണേ? തുമ്പുത്തേ അമ്മ വച്ചോട്ടാടാ. ചിമ്പുച്ചി നിന്റെ ഫാൻസിനെ കൊണ്ട് നാണു മത്ത് കേട്ടോ. നിന്റെ ഫാൻസ് എല്ലാവരും പറയുന്നു ചിമ്പക്കുട്ടൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു. അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഇവനെ കെട്ടിക്കാറായെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയാൻ പോയി ചിമ്പുച്ചിക്ക് എന്നാ പറയാനുള്ളത് ഇതിൽ? ചിമ്പുച്ചി, അതിനകത്ത് പലരും ഇങ്ങോട്ട് കല്യാണാലോചനയായിട്ട് വരുന്നുണ്ട്. എനിക്കൊരു പെങ്കൊച്ചുണ്ട്, മണിക്കുട്ടിയോ, ഒത്തിരി പേര് പറയുന്നുണ്ടടാ. ചിമ്പുച്ചിക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു പെങ്കൊച്ചുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നീ പോന്നോ? ആ നോട്ടം കണ്ടായിരുന്നു. അയ്യോ ഇതിന് ഞാൻ എന്നാ എടുക്കണേ ഈ പുണ്ണാര മുത്തുക്കുത്തനെ. പപ്പച്ചി കയ്യിൽ അങ്ങനെ ഇന്നോ പപ്പായുടെ പറഞ്ഞേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു. എനിക്കും ഇല്ലേ പപ്പ ആഗ്രഹങ്ങൾ, ഒരു കൊച്ചും കുടുംബമൊക്കെ ആണോന്ന് എനിക്ക് ആഗ്രഹമില്ലേ പപ്പ ഒന്നും അറിയാത്തോല്ല. നാണമാണോ ചിമ്പുച്ചി? ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലേ ചിമ്പുച്ചി? പറയടാ, ഇപ്പം പറഞ്ഞ എല്ലാം സാധിച്ചു എഴുതുന്നുണ്ട് പപ്പ. നാണു പോവുക, എനിക്കൊന്നും കേൾക്കാനുള്ള ശക്തി ഇല്ല. എന്നാൽ പിന്നെ ഞാൻ പോയി ഇച്ചിരി അമ്മമ്മ കച്ചക്കാൻ ചേച്ചിയുടെ അടുത്ത് പോയി കരഞ്ഞ് ചോദിച്ചു എനിക്ക് ഇച്ചിരി ഫുഡ് തരാമെന്ന്. ഫുഡിന് വേണ്ടി പോയി നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നേരെ തിരിഞ്ഞ് നടക്കുവാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ വായിച്ചതിന് ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും ഫ്രൈഡേ കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.